Welcome to NIOS Plus 2 English class. Next module 6. അന്ധയുഗ് എന്ന് പറയുന്ന ഒരു നാടകത്തിന്റെ കഥയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അന്ധയുഗ് റിട്ടൺ ബൈ ധർമ്മവീർ ഭാരതി ഈസ് പവർഫുൾ മോഡേൺ ഹിന്ദി പ്ലേ റൈറ്റർ. ഹിന്ദിയിലെ അറിയപ്പെടുന്ന നാടകത്തായിട്ടുള്ള ധർമ്മവീർ ഭാരതി എഴുതിയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു നാടകമാണ് അന്ധയുഗ് എന്ന് പറയുന്ന നാടകം. സെറ്റ് ഓൺ ദ ഫൈനൽ ഡേ ഓഫ് ദ മഹാഭാരത് വാർ. മഹാഭാരത യുദ്ധത്തിന്റെ അവസാന ദിവസത്തെ ആസ്പദമാക്കിയാണ് ഈ കഥ രചിച്ചിട്ടുള്ളത്. ദ പ്ലേ എക്സ്പ്ലോർസ് തീംസ് ഓഫ് വയലൻസ്. ഈ നാടകം പ്രധാനമായിട്ടും അന്വേഷിക്കുന്ന വിഷയങ്ങൾ വയലൻസ്, അക്രമം, ഡിസ്ട്രക്ഷൻ, നാശം, മോറൽ കൊളാപ്സ്, ധർമ്മത്തിന്റെ അപജയം അല്ലെങ്കിൽ പരാജയം, ഇൻ എ വേൾഡ് കൺസ്യൂംഡ് ബൈ ഹേറ്റ്രഡ് ആൻഡ് ബ്ലൈൻഡ്നെസ്. ഒപ്പം തന്നെ ഈ ലോകം നേരിടുന്ന വിദ്വേഷത്തിന്റെയും അന്ധതയുടെയും ഏറ്റവും വലിയ പ്രതീകമായിട്ടാണ് ഈ നാടകം രചിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, ഒരു നാടകത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു സിംബോളിക് ഘടകമുണ്ടാവും, പ്രതീകാത്മകം. ഇത് മഹാഭാരതത്തിന്റെ അവസാന ദിവസത്തെ ആസ്പദമാക്കിയാണ് എഴുതിയിട്ടുള്ളതെങ്കിലും ആ മഹാഭാരതത്തിന്റെ കഥ എന്നതിനേക്കാൾ ഉപരി ലോകത്തെ യുദ്ധം എന്ന് പറയുന്ന നമ്മളെ നടുക്കുന്ന ഏറ്റവും വലിയ ഭീതിദായകമായിട്ടുള്ള ഒരു അവസ്ഥയെ കൂടിയാണ് ഇത് ചിത്രീകരിക്കുന്നത്. ഇറ്റ് റിഫ്ലക്ട്സ് എ പോസ്റ്റ് പാർട്ടീഷൻ ഇന്ത്യ. അപ്പൊ നമുക്കറിയാം, ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ ഭാരതം അതൊരു മഹാഭാരതം തന്നെയായിരുന്നു. ആ ഭാരതം ആണ് രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടത്. അപ്പോൾ ആ വിഭജിക്കപ്പെട്ടതിന്റെ മുറിവ്, the pain and loss experienced during that time, വിഭജനത്തിന്റെ വേദനയും ആ കാലഘട്ടത്തെ നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളുമാണ് ഈ മഹാഭാരത കഥയിലൂടെ ധർമ്മവീർ ഭാരതി ചിത്രീകരിക്കപ്പെടുന്നത്. ഒരു ഭാഗത്ത് മഹാഭാരതത്തിന്റെ അവസാന ദിവസത്തെ ആസ്പദമാക്കി കഥ സ്റ്റേജിലെത്തിക്കുമ്പോൾ അതിലൂടെ നമ്മുടെ വിഭജിക്കപ്പെട്ട ഭാരതത്തിന്റെ അവിടെ ഉണ്ടായ വേദനയുടെയും അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളുടെയും ഒരു താതാത്മ്യം കൂടി ഇവിടെ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ദി സ്റ്റോറി ബിഗിൻസ് വിത്ത് ദ അപ്പിയറൻസ് ഓഫ് എ ഗോസ്റ്റ്ലി മെഡിക്കന്റ് മർഡേഡ് ബൈ അശ്വത്ഥാമ. അശ്വത്ഥാമയാൽ കൊല്ലപ്പെട്ട ഒരു പ്രേതരൂപത്തിൽ വന്ന ഒരു യാചകന്റെ, ഒരു ഭിക്ഷാടകന്റെ രൂപമാണ് ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് എത്തുന്നത്. ഹു ആക്ട്സ് ആസ് എ നറേറ്റർ ആൻഡ് സ്പിരിച്വൽ ഒബ്സർവർ. ഇദ്ദേഹം ഒരേ സമയത്ത് കഥാകാരനായിട്ടും അതേ സമയത്ത് ഒരു ആത്മീക നിരീക്ഷകനുമായിട്ടാണ് കഥയിൽ പ്രത്യക്ഷപ്പെടുന്നത്. നറേറ്റർ ആൻഡ് സ്പിരിച്വൽ ഒബ്സർവർ. യൂൽസു, വിദുര and Sanjaya appears, each symbolizing different aspect of despair and helplessness. ഈ മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള മറ്റു ആയിട്ടുള്ള യൂത്സുവും വിദുരരും സഞ്ജയനും ഈ ഭിക്ഷാടകന്റെ, ഭ്രാന്തനായ ഭിക്ഷാടകന്റെ തൊട്ടുപിറകിൽ ഇങ്ങനെ വന്നു നിൽക്കുകയും ചെയ്യുന്നു സ്റ്റേജിൽ. അപ്പൊ അവരൊക്കെ ഇവിടെ പ്രതികരിക്കുന്നത്, സിംബലൈസ് ചെയ്യുന്നത്, പ്രതികരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള നിരാശയുടെയും അതേപോലെ തന്നെ നിസ്സഹായതയുടെയും പ്രതീകങ്ങളായിട്ടാണ്. യുദ്ധത്തിൽ സംഭവിച്ച പരാജയത്തിന്റെയും നിസ്സഹായതയുടെയും പ്രതീകമായിട്ട് ഈ കഥാപാത്രങ്ങൾ മാറുന്നു. കാരണം ഈ യുദ്ധം ധർമ്മക്ഷേത്രേ ഗുരുക്ഷേത്രേ എന്നാണ്. ധർമ്മക്ഷേത്രമാവുന്ന ഗുരുക്ഷേത്രമാണ്. പാണ്ഡവർക്ക് അർഹതപ്പെട്ട 5 ഗ്രാമങ്ങൾ നൽകാൻ കൃഷ്ണൻ കൗരവരോട് ആവശ്യപ്പെടുകയാണ്.
എന്നാൽ കൗരവർ 5 ഗ്രാമങ്ങൾ നൽകാൻ തയ്യാറായില്ല. സ്വന്തം സഹോദരന്മാരാണ് കൗരവന്മാരും പാണ്ഡവന്മാരും. എന്നാൽ പിന്നീട് അവർക്ക് താമസിക്കാൻ വേണ്ടി 5 വീടുകൾ അവർ എന്ത് ചെയ്യുന്നു, ആവശ്യപ്പെടുന്നു. 5 വീടുകൾ പോയിട്ട് ഒരു സൂചിയുടെ മുന കുത്താനുള്ള സ്ഥലം പോലും ഇല്ല എന്ന കൗരവപക്ഷത്തിന്റെ അധർമ്മമായ പ്രഖ്യാപനത്തിൽ നിന്നാണ് മഹാഭാരത യുദ്ധം എന്താകുന്നത്, ഉടലെടുക്കുന്നത്. അതുകൊണ്ടാണ് ധർമ്മക്ഷേത്രമാവുന്ന കുരുക്ഷേത്രം. അപ്പോൾ ഇത് 2 സെക്ഷനാണുള്ളത്. They are haunted by their inability to act or prevent the war. ഈ കഥാപാത്രങ്ങളെല്ലാം അവരുടെ കഴിവില്ലായ്മയെ കാണിക്കുകയാണ്. അവർക്ക് എന്താണ് പൊരുതാനും അതേപോലെ തന്നെ പ്രതിരോധിക്കാനും, യുദ്ധത്തിൽ പൊരുതാനും പ്രതിരോധിക്കാനും കഴിവില്ലാത്തവരായി അവർ മാറി എന്നുള്ളതാണ്. കാരണം ഈ യുദ്ധം 2 പക്ഷത്തിൻ്റെതായിരുന്നു. കൗരവ സെക്ഷൻ ഈസ് ദ സിംബൽ ഓഫ് അധർമ്മ ഓർ ഫോൾസ് ഓർ ഇമ്മോറൽ. അധർമ്മികളായിട്ടുള്ള കൗരവപക്ഷം ഒരു ഭാഗം. പാണ്ഡവ സെക്ഷൻ ഈസ് ദ സിംബൽ ഓഫ് മോറൽ. പാണ്ഡവപക്ഷം എന്ന് പറയുന്ന ധർമ്മപക്ഷം. ഈ 2 പക്ഷവും കൗരവരായിട്ടുള്ള അധർമ്മികളും പാണ്ഡവരായിട്ടുള്ള ധർമ്മപക്ഷക്കാരുമായിട്ടുള്ള 2 പക്ഷം ചേർന്നുള്ള യുദ്ധമായിരുന്നു നടന്നത്. സോ ഇവിടെ ഈ കഥ ചിത്രീകരിക്കപ്പെടുന്നത് ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും ഇടയ്ക്ക് വിട്ട് നിസ്സഹായരായിട്ട്, കഴിവില്ലാത്തവരായിട്ട്, ഒറ്റപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ വെറും ഭ്രാന്തന്മാരായിട്ട് ഭിക്ഷാടകന്മാരായി മാറുന്ന, പ്രേതതുല്യരായി മാറുന്ന ശേഷിപ്പിലെ യുദ്ധത്തിൽ പങ്കെടുത്ത വ്യക്തിത്വങ്ങളുടെ പ്രതീകങ്ങളായിട്ട് ഇത് മാറുകയാണ് ചെയ്യുന്നത്. ലോകത്ത് മഹാഭാരത യുദ്ധം മാത്രമല്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ വിഭജനം മാത്രമല്ല, ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും ഒരു തരത്തിൽ ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും യുദ്ധമായി മാറുന്നു എന്ന വലിയൊരു സന്ദേശം അന്തയുഗ് എന്ന് പറയുന്ന ഹിന്ദിയിലെ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരനായ ധർമ്മവീർ ഭാരതിയുടെ നാടകം നമ്മളെ വളരെയധികം ഒരു വലിയ ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും യുദ്ധത്തിന്റെയും ഭീകരതയെ കാണിക്കുന്ന സന്ദേശമായിട്ട് നാടകത്തിലൂടെ നമ്മെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സമ്മറി നന്നായിട്ട് പഠിക്കുക. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുക. ചെറിയ ക്വസ്റ്റ്യൻ ആൻസറുകളുടെ